ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ സ്വന്തമായി വീടുള്ളവരാകാം, പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാകാം. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് തൃശ്ശൂരുള്ള ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ വീടാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു ഭാഗത്ത് മാത്രമായി മുകളിൽ നിന്ന് വെള്ളം ഭിത്തി വഴി താഴോട്ട് ഇറങ്ങുന്ന സാഹചര്യമാണ്. പ്രഥമ ദൃഷ്ടിയാൽ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യവും മുകളിൽ കാണുന്നില്ല. വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പലരും വന്ന് ഈ സാഹചര്യം കാണാനും പലതരത്തിലുള്ള ചിലവേറിയ വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആരും ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് റൂഫ് മുഴുവനും 5 ലെയർ അല്ലെങ്കിൽ 6 ലെയർ കോട്ടിങ് ചെയ്താൽ മതി. ഈ സാഹചര്യത്തിലാണ് അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യും. തുടർന്ന് എറണാകുളത്ത് 25 പരം വർഷത്തോളമായി വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു സ്ഥാപനത്തെ ക്ലയൻറ്റിന് നിർദ്ദേശിക്കുകയും ചെയ്തു. അവർ വന്നൊരു ദിവസം കൊണ്ട് വെറും 3000 രൂപ മാത്രം ചെലവിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അവർ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, റൂഫിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ്ങിൽ നിരവധി ക്രാക്കുകളും മറ്റും ഉണ്ടെങ്കിലും ലീക്ക് കണ്ട ഭാഗത്ത് ക്രാക്കുകളൊന്നും തന്നെ കാണുന്നൊന്നുമില്ലായിരുന്നു. ഈ പ്രശ്നത്തെ കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ലീക്ക് കാണുന്ന ഭാഗത്ത് കുറച്ച് ഏരിയ മാത്രം മുകളിലത്തെ പ്ലാസ്റ്ററിങ് ചിപ്പ് ചെയ്ത് മാറ്റി താഴത്തെ മെയിൻ സ്ലാബ് അല്ലെങ്കിൽ മദർ സ്ലാബിലെ ക്രാക്കുകൾ കണ്ടുപിടിക്കുകയായിരുന്നു അടുത്ത ലക്ഷ്യം. എന്നാൽ ഈ പ്ലാസ്റ്ററിങ്ങുകളെല്ലാം ചിപ്പ് ചെയ്ത് നോക്കി, ആ ഭാഗത്തെ പ്ലാസ്റ്ററിങ് എല്ലാം ചിപ്പ് ചെയ്ത് നോക്കി മദർ സ്ലാബ് കണ്ടു. എന്നാൽ ഈ മദർ സ്ലാബിലും വെള്ളം ഇറങ്ങുന്ന ഒരു ക്രാക്കുകളോ ഒരു ഹോളോ ഒന്നും തന്നെ കാണുന്നില്ല. വീണ്ടും മെയിൻ സ്ലാബിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്ററും കൂടി ചിപ്പ് ചെയ്ത് നോക്കാമെന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ കുറച്ച് ഏരിയ മാത്രം ഒന്ന് ചിപ്പ് ചെയ്ത് മെയിൻ സ്ലാബിൽ മദർ സ്ലാബിലെ ഭാഗം ചിപ്പ് ചെയ്ത് മാറ്റി. അപ്പോഴാണ് ആ ഒരു ഭാഗത്ത് ഒരു 3 ഹോൾസ് കാണുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. ഈ ലീക്കിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ചൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് അപ്പോൾ തന്നെ കാണാനിടയായി. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വന്ന അവർ മുകളിൽ ഒഴിച്ചപ്പോൾ ഈ ഹോൾസിൽ കൂടി ഇറങ്ങിയത് താഴത്തെ ഭിത്തിയിലേക്ക് വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. തുടർന്ന് ഈ ഹോളുകൾ അവർ സീൽ ചെയ്യുകയും ചിപ്പ് ചെയ്ത ഭാഗം മുഴുവനായി സീൽ ചെയ്തെടുക്കുകയും ചെയ്തു. ആ പ്രശ്നത്തെ മുഴുവനായി ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു വസ്തുത. ലീക്കിനെ കണ്ടുപിടിച്ച് ഇങ്ങനെ പരിഹരിക്കാതെ മുകളിൽ എത്ര ലെയർ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് അപ്ലൈ ചെയ്തുകൊണ്ടും കാര്യമില്ലെന്നാണ് ഈ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത ഇവർ പറയുന്നത്. എന്നും നിലനിൽക്കണമെങ്കിൽ, വർഷങ്ങളോളം ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ സാഹചര്യത്തെ കണ്ടുപിടിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. വാട്ടർ പ്രൂഫിംഗ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏത് കൺസ്ട്രക്ഷനും മാറ്റി നിർത്തുവാൻ പറ്റുന്ന ഒന്നല്ല. അത് ടോയ്ലറ്റ് ആയിക്കോട്ടെ, റൂഫ്, ടാങ്ക്, പ്ലാന്റർ ബോക്സ്, സ്വിമ്മിംഗ് പൂൾ, എന്ത് തന്നെ ആയാലും വാട്ടർ പ്രൂഫിംഗ് നമ്മൾ മസ്റ്റായിട്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നത്, അത് പ്രൊഫഷണലായി എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് മാത്രം വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ വീടോ സ്ഥാപനമോ കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ ഏരിയയിലുള്ള വാട്ടർ പ്രൂഫിംഗ് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെ ഞങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി മുൻപോട്ടും ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ സാധാരണക്കാർക്ക് അറിയേണ്ടതായ കുറേ കാര്യങ്ങളുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ട്, അതുപോലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പലർക്കും അറിയത്തില്ല, ശരിയായുള്ള അറിവില്ലാത്ത പല വിഷയങ്ങളും ഞങ്ങളിങ്ങനെ വ്യക്തമായ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, അതിൻ്റെ ഉപയോഗം, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് തൊട്ട് അവസാന ഘട്ടം വരെ വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ട പല വർക്കുകൾ പല രീതിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസുകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദയവുചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.